വളരെ നാളത്തെ സമരത്തിന് ശേഷം നേടിയെടുത്തതാണ് തിക്കരയിലെ മിനി അണ്ടർ പാസേജും അതുപോലെ തിരുമുക്കിലുള്ള ചാത്തന്നൂരിനടുത്ത് തിരുമുക്കിലുള്ള അണ്ടർ പാസേജ്. തിരുമുക്കിൽ നേരത്തെ ഒരു അണ്ടർ പാസേജ് ഉണ്ടായിരുന്നു, പക്ഷേ അത് പണി ഇപ്പോൾ പാതിഘട്ടമായപ്പോഴാണ് ജനങ്ങൾക്കത് പ്രാവർത്തികമല്ല, അല്ലെങ്കിൽ പ്രായോഗികമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളത് മനസ്സിലായത്. അങ്ങനെയാണ് അവർ സമരം തുടങ്ങിയതും രണ്ടാമത് ഒരു അണ്ടർ പാസേജ് കൂടി അവിടെ അനുവദിക്കുന്നത്. പരവൂരിൽ നിന്ന് വരുന്ന ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അണ്ടർ പാസേജ് വഴി ക്രോസ് ചെയ്ത് മറുസ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അത് അണ്ടർ പാസേജ് നിർമ്മിച്ചതെങ്കിലും അത് വളരെ അശാസ്ത്രീയമായിട്ട് നിർമ്മിച്ചിരുന്നതാണ്. കാര്യം ബസ്സുകൾക്കോ അല്ലെങ്കിൽ അതുപോലെ ചെറിയ കാറുകൾക്ക് പോലും അതിലേക്ക് തിരിയാൻ പറ്റാത്ത രീതിയിലാണ് അത് നിർമ്മാണം പൂർത്തിയായി വന്നപ്പോഴത്തേക്ക് ഉണ്ടായിരുന്ന അവസ്ഥ. ഇപ്പോൾ പുതുതായിട്ട് രണ്ടാമത് നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം പരവൂർ റോഡിലോട്ട് കണക്ടിവിറ്റി കിട്ടുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതോടുകൂടി ഇവിടുത്തെ പ്രശ്നം ഏകദേശം ഒരു പരിഹാരമായിട്ടുണ്ട്. മറ്റേ പഴയ രീതിയിലായിരുന്നെങ്കിൽ വളരെ ബുദ്ധിമുട്ട് ഭാവിയിൽ ഉണ്ടാകുന്നൊരവസ്ഥയായിരുന്നു. എന്തായാലും അതിനിപ്പോൾ ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. വാഹനങ്ങൾ കടന്നു പോകുന്നത് പഴയ അണ്ടർപാസിൽ കൂടെ ആണ്. എൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് പുതിയത്. അപ്പോൾ മറ്റേ ആ പരവൂർ റോഡിൽ നിന്ന് വരുമ്പോൾ വാഹനങ്ങൾക്ക് ഇങ്ങനെ കറങ്ങി അണ്ടർപാസേജ് പോകേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതിനിപ്പോൾ ഒരു മാറ്റം വന്നിരിക്കുകയാണ് പുതിയത് വന്നതുകൂടി. പക്ഷേ ഒരു കാര്യം മനസ്സിലാകുന്നില്ല എന്ന് വെച്ചാൽ ഈ രണ്ട് അണ്ടർപാസേജുകൾക്ക് ഇടയിലും കുറേ സ്ഥലം വെറുതെ കളഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ സ്ഥലവും കൂടെ കുറേ ഉപയോഗപ്പെടുത്തി എടുത്തിരുന്നെങ്കിൽ കാൽനട യാത്രക്കാർക്ക് നടക്കാനുള്ളൊരു ഫുട്പാത്തും കൂടെ അതിലൂടെ പണിയാനുള്ള സൗകര്യം കിട്ടിയാനായിരുന്നു. പക്ഷേ അത് എന്തുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്തില്ല എന്നുള്ളത് നമുക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഇപ്പോൾ ബസ്സുകൾ വളഞ്ഞു പോകുന്ന സമയത്ത് കാൽനട യാത്രക്കാർക്ക് വളരെ റിസ്ക് എടുത്ത് അതിൽ നടന്നു പോകാൻ പറ്റില്ല, ആ ഒരവസ്ഥയാണ്. പക്ഷേ കുറച്ചുകൂടെ വീതി എടുത്തിരുന്നുവെങ്കിൽ ഒരു കാൽനട യാത്രക്കാർക്ക് സുഖമായി ക്രോസ് ചെയ്യാനുള്ള ഒരു ഫുട്പാത്തും കൂടെ അതിന് ഉള്ളിൽ പണിയാമായിരുന്നു. എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും മലയാളികൾ സ്വപ്നം പോലും കാണാത്ത രീതിയിലുള്ള റോഡ് വികസനമാണ് നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷയല്ല ഇതുപോലെ ഇത്രയും സ്വപ്നപാത ഒരെണ്ണം നമ്മുടെ കേരളത്തിലുണ്ടാവും എന്നുള്ളത്. അതിന് നമ്മുടെ അതുപോലെ തന്നെ കേന്ദ്രമായാലും സംസ്ഥാനമായാലും അതിനെടുത്ത ഇച്ഛാശക്തി നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവുകയില്ല.